ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് വേണ്ടാത്തൊരു കാര്യമാണ് ഈഗോ. ഇതെൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ പറയുന്നത്. ഇത് ചിലപ്പം നിങ്ങൾക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഈഗോ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീൽഡിൽ സക്സസ് ആവാൻ പറ്റും. എന്താണ് ആക്ച്വലി ഈഗോ? അതായത് ഇല്ലാത്ത കാര്യത്തെ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക, അല്ലെങ്കിൽ ഫെയിലിയർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ലോസസിനെ എംബ്രേസ് ചെയ്യാൻ പറ്റാത്തൊരു ലെവല്, ഇതൊക്കെയാണ് ഈഗോ എന്ന് പറയുന്നത്. ട്രൈങ് ടു ബി പെർഫെക്റ്റ് അറ്റ് എവറി ടൈം. The fact is there is no such a thing, like you cannot be perfect at every time. അത് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഒരു ഫീൽഡിൽ സസ്റ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ട്രേഡിംഗ് എന്നല്ല, ഇനി ഏത് ഫീൽഡാണെങ്കിലും. ഒന്നാമത്തെ കാര്യം, ട്രേഡിങ്ങിനെ പറ്റി ഒബ്വിയസ്ലി ട്രേഡിംഗ് ചാനൽസും ട്രേഡിങ്ങിനെ പറ്റി തന്നെ പറയാം. നിങ്ങളൊരു ലോസ് ബുക്ക് ചെയ്തു, നിങ്ങൾ കാമായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ഈഗോ മാറ്റി വെച്ചിട്ട് രണ്ടാമതൊരു ഓവർ ട്രേഡിങ്ങിന് കയറിയില്ലെങ്കിൽ യു ആർ ഓൾറെഡി ഡൺ ദാറ്റ് മാൻ. അതായത് നിങ്ങൾ അവിടെ തന്നെ ജയിച്ചു. നിങ്ങളൊരു 1% തന്നെ ഓൾറെഡി സ്വിച്ച് ആയി. ബിക്കോസ് ദർ ആർ സോ മെനി ഹെൽ ലോട്ട് ഓഫ് പീപ്പിൾ കാനോട്ട് കൺട്രോൾ ദെയർ മൈൻഡ്. സോ ഞാനെങ്കിൽ 2-3 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിനോട് ഞാൻ സംസാരിച്ചു. ഹി വാസ് മൈ റൂംമേറ്റ് വെൻ ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഹിസ് നെയിം ഈസ് ആദർശ് ജോൺ. ഞാൻ പറഞ്ഞു, എടാ ഞാൻ 2 ദിവസമായിട്ട് ഭയങ്കര ലേസിയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല, ഭയങ്കര ജിമ്മിൽ പോകുന്നില്ല അതാണ്. അപ്പോൾ അവൻ എന്നോടൊരു കാര്യം പറഞ്ഞു, നീ പതിയെ സ്ലോലി ആ 1% ഇതകത്ത് ഡൗണിലേക്ക് പോകണം. അതായത് അവൻ അങ്ങനെയല്ല പറഞ്ഞത്, അവൻ ഡയറക്റ്റായിട്ട് പറഞ്ഞത്, എടാ ഈ പ്രോബ്ലം 99% ആൾക്കാർ ഈ ഭൂമി ജീവിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്, അല്ലെങ്കിൽ ഈ ലേസിനെസ്, മടി, കാര്യങ്ങളല്ല ഇതിനെ. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, ഇതിനെ ബീറ്റ് ചെയ്യുന്നതാണ് സത്യം പറഞ്ഞാൽ ട്രൈങ് ടു ബി 1% എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ മാജിക്കൽ വേർഡ് ലൈക്ക് ഇത് ബി 1%. അങ്ങനെയൊന്നും അല്ല. ലൈക്ക് അങ്ങനെയൊന്നും ചിന്തിക്കുക വേണ്ട. ഒരു ബെസ്റ്റ് മെൻ്റൽ മോഡൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈഗോ മാറ്റി വെക്കുക എന്നുള്ളതാണ്. അറ്റ് എനി ഫീൽഡ്, ഏത് ഫീൽഡാണെങ്കിലും ഈഗോ എന്ന് പറയുന്ന സംഭവത്തെ നിങ്ങൾ കട്ട് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഏത് ഫീൽഡിലും സക്സസ് ആവാൻ പറ്റും. എസ്പെഷ്യലി ഐ എം എ പവർ ലിഫ്റ്റർ, ഐ നോ അബൌട്ട് ഈഗോ ലിഫ്റ്റിംഗ്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സോ എനിവേ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ആൻഡ് ആക്ട്, ബിഹേവ് ചെയ്യാനായിട്ട് പഠിക്കുക ആ ഒരു സിറ്റുവേഷനുമായിട്ട്. അത് ഞാൻ പറഞ്ഞ് മനസ്സിലായി. അതായത് കാമാകുക. എന്തിനാണ് എല്ലാ കാര്യത്തിലും നിങ്ങളിങ്ങനെ ഈ സ്ട്രഗിൾ ചെയ്യുന്നത്? ആക്ച്വലി ഈ എസ്പെഷ്യലി ട്രേഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഏറ്റവും കുറച്ച് ട്രേഡ്സ് എടുക്കുന്നതാണ് ഏറ്റവും കൂടുതൽ വിൻ റേറ്റ് നിങ്ങൾക്ക് കിട്ടുക. അതെങ്ങനെ പറഞ്ഞ് മനസ്സിലായി, നിങ്ങൾ ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, അതായത് ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു 3 months ഡേറ്റാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എടുത്ത ട്രേഡ്സ് ലിറ്ററലി കുറവാണ്. അതായത് ഇനി ഓരോ മന്ത്സ് കഴിയും തോറും ഞാൻ ഇനിയും ചിന്തിക്കുന്നത് എൻ്റെ ഫണ്ടിങ് കൂട്ടിയതിന് ശേഷം മന്ത്ലി 1 to 2 ട്രേഡ്സ് ഒക്കെ എടുത്ത് മാത്രം മുമ്പോട്ട് പോവുക ആൻഡ് ഗോ സംവെയർ ലൈക്ക് ദിസ് ആൻഡ് ട്രാവൽ. അതാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഞാൻ ഈ വീഡിയോ ഒന്നും വലിച്ചു കിട്ടുന്നില്ല, എനിക്ക് ആ ഈഗോനെ പറ്റി ഒന്ന് പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്. ബൈ.